ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രശസ്ത ഗായികയും പത്മവിഭൂഷൺ ജേതാവുമായ ആശാ ഭോസ്ലെ മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. നെഞ്ചിലെ അണുബാധ കാരണം ഇന്നലെ മുതൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാര ചടങ്ങുകൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കും. 8 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ വിവിധ ഭാഷകളിലായി 12,500-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. വൈവിധ്യമാർന്ന പ്രണയഗാനങ്ങളും ഗസലുകളും മുതൽ പെപ്പി നമ്പറുകൾ വരെ അവിസ്മരണീയമാക്കാൻ ആ ശബ്ദമാധുരിക്ക് കഴിഞ്ഞു. അന്തരിച്ച ഇതിഹാസ ഗായികയും ഭാരതരത്ന അവാർഡ് ജേതാവുമായ ലതാ മങ്കേഷ്കറുടെ ഇളയ സഹോദരിയായ ആശാ ഭോസ്ലെ മറാത്തി സിനിമകളിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. 1948 ചുനാരിയ എന്ന ചിത്രത്തിലൂടെ ഹിന്ദി ചലച്ചിത്ര മേഖലയിലേക്കും ചുവടുവെച്ചു. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. വൈവിധ്യമാർന്ന ശബ്ദത്തിലൂടെ ആശാജി ഇന്ത്യൻ സംഗീതത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചതായി ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അതുല്യമായ ആ സംഗീതയാത്ര ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭ, ലോക്സഭ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. വനിതാ സംവരണ ബിൽ ഭേദഗതിക്ക് അംഗീകാരം നൽകാൻ എല്ലാ അംഗങ്ങളും ഒരുമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2029 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ശ്രീ മോദി കത്തിൽ എടുത്തു പറഞ്ഞു. ഈ മാസം 18 വരെയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചേരുക. വനിതാ സംവരണ നിയമം നടപ്പാകുന്നതോടുകൂടി 273 വനിതാ സീറ്റുകൾ ഉൾപ്പെടെ ലോക്സഭാ സീറ്റുകൾ 816 ഉയരും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി സിലിഗുഡിയിലെ കവാഖാലിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി കിഴക്കൻ ബർധമാൻ, പടിഞ്ഞാറൻ ബർധമാൻ, ബംഗുര ജില്ലകളിലെ റാലികളിൽ സംസാരിക്കും. തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശ്രീ നരേന്ദ്രമോദി നാളെ വൈകുന്നേരം മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് സംവാദ് പരിപാടിയിൽ BJP പ്രവർത്തകരുമായി സംവദിക്കും. തമിഴ്നാട്ടിൽ DMKയുടെ മോശം ഭരണം തുറന്നു കാട്ടിയത് അവിടുത്തെ BJP പ്രവർത്തകരാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം DMK നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ, TVK അധ്യക്ഷനും നടനുമായ വിജയ് എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ വിരുദനഗർ ജില്ലയിലെ സാത്തൂരിൽ പ്രചാരണത്തിനെത്തി. മുൻ MPയും നടനുമായ ശരത് കുമാറും പാർട്ടിയിലെ പ്രധാന നേതാക്കളും സാത്തൂരിലെ റോഡ് ഷോയിൽ പങ്കെടുത്തു. DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ ഇന്ന് പരമക്കുടിയിൽ പ്രചാരണ പരിപാടിയിൽ സംസാരിച്ചു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് കന്യാകുമാരിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ തുടരുന്ന ഇന്ത്യൻ കപ്പലുകളെയും നാവികരെയും സുരക്ഷിതരാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മന്ത്രാലയം. ഇന്നലെ ഹോർമുസ് കടലിടുക്ക് കടന്ന ഇന്ത്യയുടെ LPG കപ്പലായ ജഗ് വിക്രം സുരക്ഷിതമായി യാത്ര തുടരുകയാണ്. കപ്പൽ ഈ മാസം 15-ന് മുംബൈയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്തുടനീളം LPGയുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള പരിശോധനകൾ തുടരുകയാണെന്നും സർക്കാർ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഏകദേശം 21 മണിക്കൂർ നീണ്ട ചർച്ച ധാരണയാകാതെ അവസാനിച്ചു. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ലെന്നും അവസാന ശ്രമം എന്ന നിലയിൽ മികച്ച നിർദ്ദേശങ്ങൾ വീണ്ടും മുന്നോട്ട് വെച്ചതായും വാൻസ് പറഞ്ഞു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്നും സംഭാഷണം തുടരുമെന്നും ഇറാൻ ഭരണകൂടവും പ്രസ്താവനയിൽ അറിയിച്ചു. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കണ്ണൂർ സിറ്റി പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം ആനമങ്ങാട് സ്വദേശി RL നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ അധ്യാപകൻ ജാതി അധിക്ഷേപം നടത്തിയതായി പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. അംബേദ്കർ ജയന്തി ദിനമായ ഏപ്രിൽ 14-ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ലോക് ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷത വഹിക്കും. അന്നേ ദിവസം രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടന്നു. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ നിജി ജസ്റ്റിൻ, മുൻമന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.